കണ്ണ ദൃശ്യം 3യുടെ അഭിപ്രായം പറയണ്ടേ? ഇപ്പം ദൃശ്യം 3 നമ്മൾ അത് റിലീസായതിൻ്റെ അന്ന് രാത്രി 9 മണിക്ക് പോയി ഷോ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്. അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സിനിമ കണ്ട് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് വീഡിയോ ഇട്ടവരുടെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടു. ഇങ്ങനെ സിനിമ കാണാൻ പോകാൻ വേണ്ടി ഇരുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട്. ഇപ്പോൾ ഇവരുടെ നെഗറ്റീവ് വീഡിയോ കണ്ടിട്ട് പോകുന്നില്ലെന്ന് അയച്ചേക്കുന്ന അങ്ങനെ കുറേ കമൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് ആ കണ്ട് ജിത്തു ജോസഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ. അപ്പം പുള്ളിക്കാർ ആ ഇൻ്റർവ്യൂവിൽ പടത്തെ പറ്റി ഒരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ സെയിം സാധനം തന്നെ നമുക്ക് കിട്ടും. ആ പടത്തെക്കുറിച്ച് പുള്ളിക്കാരൻ എന്താണോ പ്രേക്ഷകരിൽ എത്തിക്കാൻ നോക്കിയത് ആ സെയിം സാധനം എനിക്ക് കിട്ടി. എനിക്കത് വർക്കായി. അപ്പം നമ്മൾ ഭയങ്കര സംഭവമൊക്കെ എന്ന് വിചാരിച്ചുകൊണ്ട് പോകുമ്പോഴേ നിരാശയാവത്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, പടത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? പടത്തെ പറ്റി നല്ല അഭിപ്രായം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ നെഗറ്റീവ് ചെറിയ രീതിയിൽ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. അത് പോരാന്നുള്ള രീതിയിൽ 2ന്റെ അത്ര ഇല്ല എന്നുള്ള രീതിയിൽ കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നമ്മൾ ഒന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ വെച്ച് താരതമ്യം ചെയ്യാതിരിക്കുക. പടം നമുക്കത് കണ്ടോണ്ടിരിക്കും. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേറെ നമ്മളെ വേറെ ഒന്നിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള സംഭവമൊന്നും ഇല്ല. നമുക്ക് ഫുൾ ടൈം അതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റും. പടം നമ്മളെ പല ഇമോഷൻസിലൂടെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അല്ലേ, നമ്മൾ ചെറിയ ചിരി വന്നിട്ടുണ്ട് പടം കണ്ടുകൊണ്ടിരുന്നപ്പം. ടെൻഷൻ അതാണ് തന്നെ ആ സംഭവം വന്നിട്ടുണ്ട്. രോമാഞ്ചം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് പടത്തിൽ. ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാം വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരാണ്. അപ്പം നമ്മളുടെ ഒരു ആസ്വാദന രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തുള്ളൂ. അതറിയണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടാലേ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ അവരുടെ ആസ്വാദന രീതി അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. അപ്പം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടായി മാറാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക.